Hi, hello, welcome to Learn Legal Basics. So today we are going to discuss about Indian Contract Act. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മലയാളത്തിലാണ് ഇന്നത്തെ എൻ്റെ ക്ലാസ്. ഇന്ന് മലയാളത്തിൽ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന്റെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്കിന്ന് നോക്കിപ്പോവാം. ആദ്യം തന്നെ പ്രിയാമ്പിൾ. പ്രിയാമ്പിളിൽ എന്താണ് പറയുന്നത്? ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872യുടെ പ്രിയാമ്പിളിൽ എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ whereas it is expedient to define and amend certain parts of the law relating to contracts, it is hereby enacted as follows. അതായത് expedient to define and amend. This law is particularly, the purpose of this law is to define and amend certain parts of law relating to contracts. Contract related laws-നെ ഡിഫൈൻ ചെയ്യാനും അതിൻ്റെ പാർട്സിനെ അമെൻഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 എസ്റ്റാബ്ലിഷ് ചെയ്തത്, കമൻസ് ചെയ്തത്. ഓക്കെ, സോ ദ സെക്ഷൻ 1-ൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് ടൈറ്റിൽ ആസ് യൂഷ്വൽ എല്ലാ ലെജിസ്ലേഷൻ്റെയും സെക്ഷൻ 1 അതിൻ്റെ ഷോർട്ട് ടൈറ്റിൽ ആയിരിക്കും. സോ അതുപോലെ തന്നെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന്റെ സെക്ഷൻ 1-ൽ ഷോർട്ട് ടൈറ്റിലാണ് പറയുന്നത്. സോ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് അറിയപ്പെടുന്നത് ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 എന്നുള്ള പേരിലായിരിക്കും. ഓക്കെ, സോ ദാറ്റ് വിൽ ബി ദ വാട്ട് നെയിം ഓഫ് ദ ഷോർട്ട് ടൈറ്റിൽ ഓഫ് ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. കോൺട്രാക്ട് ആക്ടിന്റെ ഇന്ത്യൻ ഫോം. ഓക്കെ, then comes our extend and commencement. It extend to the whole of India. ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. പണ്ട് ഇവിടെ ഒരു ക്ലോസും കൂടെ ഉണ്ടായിരുന്നു, ദാറ്റ് ഈസ് എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീർ എന്നുള്ളത്. നൗ ഇറ്റ് ഹാസ് ബീൻ റിമൂവ്ഡ്. സോ ഇപ്പോൾ ഇന്ത്യൻ കോൺട്രാക്ട് ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ത്രൂ ഔട്ട് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ ആൻഡ് ഇറ്റ് കെയിം ഇൻ ടു ഫോഴ്സ്. എപ്പോഴാണ് കമൻസ്മെന്റ് ഡേറ്റ്? എപ്പോഴാണ്? ഫസ്റ്റ് ഡേ ഓഫ് സെപ്റ്റംബർ 1872. ദാറ്റ് ഇസ് ദ കമൻസ്മെന്റ് ഡേറ്റ്. സെപ്റ്റംബർ 1-ാം തീയതിയാണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് കമൻസ് ചെയ്തത്. ദെൻ ദാറ്റ് ഇസ് അതൊക്കെ വായിച്ചു നോക്കിയാൽ മതി. ദ നെക്സ്റ്റ് സെക്ഷൻ ഈസ് സെക്ഷൻ 2, ദാറ്റ് ഇസ് ഇന്റർപ്രിട്ടേഷൻ ക്ലോസ്. സെക്ഷൻ 2-ലായിരിക്കും ഓൾമോസ്റ്റ് എല്ലാ ലെജിസ്ലേഷന്റെയും ഇന്റർപ്രിട്ടേഷൻ ഡെഫിനിഷൻ ക്ലോസ് ഉണ്ടാവുക. ഓക്കെ, ഡെഫിനിഷൻസ് ഒക്കെ സെക്ഷൻ 2-ലായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. സെർട്ടൈൻ ടേംസിന്റെ ഡെഫിനിഷൻസ് ഒക്കെ പൊതുവെ സെക്ഷൻ 2-ലായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. അതുപോലെ തന്നെയാണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന്റെ കേസിലും. ഇൻ ദിസ് ആക്ട് ദ ഫോളോയിങ് വേർഡ്സ് ആൻഡ് എക്സ്പ്രഷൻസ് ആർ യൂസ്ഡ് ഇൻ ദ ഫോളോയിങ് സെൻസസ് unless a contrary intention appears from the context. Okay, സോ സെക്ഷൻ 2 ക്ലോസ് എയിൽ തന്നെ ഡിഫൈൻ ചെയ്യുന്നത് പ്രൊപ്പോസൽ എന്താണ് എന്നുള്ളതാണ്. പ്രൊപ്പോസൽ, വാട്ട് ഡസ് ദ വേർഡ് പ്രൊപ്പോസൽ മീൻ? പ്രൊപ്പോസൽ എന്നുള്ള വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ്. ഡെഫിനിഷൻ ക്ലോസസ് മാത്രം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയിട്ട് പോകാം. റെസ്റ്റ് ഓഫ് ദ പ്രൊവിഷൻസ് വിൽ ബി കണ്ടിന്യൂഡ് ഇൻ ദ അപ്കമിങ് പാർട്സ്. ഓക്കെ, സോ don't forget to subscribe to my channel and stay tuned that ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് കംപ്ലീറ്റ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ പഠിച്ചെടുക്കാൻ പറ്റും. സോ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഓക്കെ, സെക്ഷൻ 2 ക്ലോസ് എ. സെക്ഷൻ 2 ക്ലോസ് എയിൽ പറയുന്നത് പ്രൊപ്പോസൽ എന്താണെന്നുള്ളതാണ്. വെൻ വൺ പേഴ്സൺ സിഗ്നിഫൈസ് ടു അനദർ ഹിസ് വില്ലിംഗ്നെസ് ടു ഡു ഓർ ടു അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ് എനിത്തിങ്. അതായത് ഒരു വ്യക്തി അവരുടെ സമ്മതം അല്ലെങ്കിൽ അവരുടെ വില്ലിംഗ്നെസ് എന്തെങ്കിലും ചെയ്യാനോ അല്ലെങ്കിൽ ചെയ്യാതിരിക്കാനോ അവരുടെ കൺസെന്റ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ അവരുടെ വില്ലിംഗ്നെസ് അറിയിക്കുകയാണ്. അത്തരം കണ്ടീഷനിൽ വിത്ത് എ വ്യൂ ടു ഒബ്റ്റെയിൻ ദ അസെന്റ് ഓഫ് ദാറ്റ് അതർ ടു സച്ച് ആക്ട് ഓർ അബ്സ്റ്റിനൻസ്. ഓക്കെ, അസെന്റ് ഓഫ് ദാറ്റ് അതർ. ഒരു പാർട്ടി മറ്റൊരു പാർട്ടിയുടെ സമ്മതം വാങ്ങാൻ വേണ്ടി, ഫോർ എക്സാമ്പിൾ പ്രൊപ്പോസലിന്റെ ഒരു എക്സാമ്പിൾ വഴി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഐ wanted to sell my property which is having
an extent of 10 cents. 10 സെന്റ് ഭൂമി, എൻ്റെ പേരിലുള്ള 10 സെന്റ് ഭൂമി വിൽക്കാൻ ഞാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ ദാറ്റ് ഷോസ് മൈ വില്ലിങ്നെസ് ടു ഡു ദ സെയിൽ ഓഫ് എ പ്രോപ്പർട്ടി. ഓക്കെ, ഇനി ഞാൻ ഈ വില്ലിങ്നെസ് എൻ്റെ ഫ്രണ്ട് ആയിട്ടുള്ള എക്സ് അല്ലെങ്കിൽ എക്സ് വൈ സെഡിനെ അറിയിക്കുന്നു. ലെറ്റ് ഇറ്റ് ബി എക്സ് വൈ സെഡ്, അല്ലെങ്കിൽ അബി എന്നുള്ള വ്യക്തിയെ അറിയിക്കുന്നു. ഹീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. സോ ആ വ്യക്തിയെ അറിയിക്കുകയാണ് ഞാൻ 10 സെന്റ് ഭൂമി വിൽക്കാൻ താല്പര്യപ്പെടുന്നു എന്നുള്ളത് ഞാൻ ആ വ്യക്തിയെ അറിയിക്കുന്നു. സോ ദാറ്റ് ഐ എം എക്സ്പെക്ടിങ് ഫ്രം ഹിം ദാറ്റ് ഹീ വിൽ ബൈ ഇറ്റ്. ഓക്കെ, ആ വ്യക്തി, ഞാൻ പറയുന്ന ആള് ആ ഭൂമി, എൻ്റെ 10 സെന്റ് ഭൂമി വാങ്ങും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഈ ഒരു പ്രൊപ്പോസൽ അവിടെ വെക്കുന്നത്. ഓക്കെ, ഐ ആം പ്രൊപ്പോസിങ് ടു സെൽ ദ പ്രോപ്പർട്ടി. ദാറ്റ് ഈസ് ദ ഡെഫിനിഷൻ. സെക്ഷൻ 2 ക്ലോസ് എയിൽ പറയുന്ന ഡെഫിനിഷൻ ഇത്ര മാത്രമേ ഉള്ളൂ. വെൻ വൺ പേഴ്സൺ സിഗ്നിഫൈസ് ടു അനദർ ഹിസ് വില്ലിങ്നെസ് ടു ഡു ഓർ ടു അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ് എനിത്തിങ്. ഇനി അബ്സ്റ്റെൻഷനെ കുറിച്ച് എന്താ പറയാനുള്ളത്, അതിനൊരു എക്സാമ്പിൾ കൂടെ പറഞ്ഞുതരാം. അതായത് ഞാൻ മറ്റൊരു വ്യക്തിയോട് പറയാണ്, ലൈക്ക് ഈ പ്രോപ്പർട്ടി ഞാൻ ഒരിക്കലും വിൽക്കാൻ, അല്ലെങ്കിൽ നോട്ട് ലൈക്ക് ദാറ്റ്, പെട്ടെന്ന് ഒരു എക്സാമ്പിൾ കിട്ടുന്നില്ല നമുക്ക്. So do comment some example that is abstention from doing anything. Okay, എനിക്ക് പെട്ടെന്ന് മൈൻഡിൽ ക്ലിക്ക് ആവുന്നില്ല. സോ നിങ്ങൾക്ക് കാണുന്നവർക്ക്, ഈ വീഡിയോ കാണുന്നവർക്ക് എന്തെങ്കിലും മൈൻഡിൽ ഇല്ലസ്ട്രേഷൻസ് വരികയാണെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് ഇൻ ദ കമൻറ്റ് ബോക്സ് സോ ദാറ്റ് others will get the benefit out of it. ഓക്കെ, പ്രൊപ്പോസൽ എന്താണെന്ന് കുറച്ചും കൂടെ ഭംഗിയായിട്ട് നമുക്ക് ഒരു ലൈക്ക് ലെറ്റ്സ് ഫോം എ കമ്മ്യൂണിറ്റി, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഇല്ലസ്ട്രേഷൻസ് ഓർമ്മ വരികയാണെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് ബിലോ ദിസ് വീഡിയോ. ഓക്കെ, നല്ല നല്ല ഇല്ലസ്ട്രേഷൻസ് ഞാൻ പിൻ ചെയ്യുന്നതായിരിക്കും. സോ പ്ലീസ് ഡു കമൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് 2 ക്ലോസ് ബി എന്താണെന്നാണ്. വാട്ട് ഈസ് 2 ക്ലോസ് ബി? 2 ക്ലോസ് ബിയിൽ പ്രോമിസ് എന്താണെന്നാണ് പറയുന്നത്. വാട്ട് ഈസ് എ പ്രോമിസ്? ഓക്കെ, a proposal when accepted becomes promise. ഞാൻ എൻ്റെ 10 സെന്റ് പ്രോപ്പർട്ടി വിൽക്കാൻ തീരുമാനിച്ചു എന്ന് XYZ അറിയിക്കുകയും അത് XYZ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്താൽ ഇറ്റ് ബിക്കംസ് എ പ്രോമിസ്. ഓക്കെ, വെൻ ദ പേഴ്സൺ ടു ഹും ദ പ്രൊപ്പോസൽ ഈസ് മെയ്ഡ് സിഗ്നിഫൈസ് ഹിസ് അസെന്റ്, അവരുടെ സമ്മതം മൂളുകയാണ്. ഹി സിഗ്നിഫൈസ് ഹിസ് അസെന്റ് ടു ദാറ്റ് പെർട്ടിക്കുലർ പ്രൊപ്പോസൽ. അങ്ങനെ സംഭവിക്കുമ്പോൾ ദ പ്രൊപ്പോസൽ ഈസ് സെറ്റ് ടു ബി അക്സെപ്റ്റഡ്. അസെന്റ് മൂലം വെൻ ദ പേഴ്സൺ ദാറ്റ് ഐ have proposed, he assent to that proposal, he is assenting to that proposal, then that proposal is said to be accepted. Okay, ഇനി ഒരു പ്രൊപ്പോസൽ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇറ്റ് ബിക്കംസ് എ പ്രോമിസ്. നൗ ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ, ഇനി സെക്ഷൻ 2 ക്ലോസ് സിയിൽ എന്താണ് പറയുന്നത് വെച്ച് നോക്കാം. എ പേഴ്സൺ മേക്കിംഗ് ദ പ്രൊപ്പോസൽ ഈസ് കോൾഡ് പ്രോമിസർ. ഓക്കെ, ഇവിടെ ഈ ഇലുസ്ട്രേഷനിൽ ഞാനാണ് പ്രോമിസർ. ഐ ആം മേക്കിംഗ് ദ പ്രൊപ്പോസൽ, സോ ഐ ആം ദ പ്രോമിസർ. ആൻഡ് ദ പേഴ്സൺ അക്സെപ്റ്റിംഗ് ദ പ്രൊപ്പോസൽ ഈസ് കോൾഡ് പ്രോമിസി. പ്രോമിസി ആരാണ്? എ പേഴ്സൺ ഹൂ അക്സെപ്റ്റ്സ് ദ പ്രൊപ്പോസൽ. പ്രൊപ്പോസൽ അക്സെപ്റ്റ് ചെയ്യുന്നത് ഈ കേസിൽ XYZ ആണ്. പ്രോമിസി. ഓക്കെ, promiser and promisee. I am the promiser in this particular illustration, and the XYZ who is a friend of mine is the promisee. Okay, ആരാണോ പ്രൊപ്പോസൽ മേക്ക് ചെയ്യുന്നത് he will be called as promiser. ആരാണോ പ്രൊപ്പോസൽ അക്സെപ്റ്റ് ചെയ്യുന്നത് he will be called as promisee. ഇനി നമുക്ക് ഡീൽ ചെയ്യാനുള്ളത് സെക്ഷൻ 2 ക്ലോസ് ഡി എന്താണെന്നാണ്. ഓക്കെ, Section 2 clause D is very much simple. Don't worry, I'll explain it to you.
കൺസിഡറേഷൻ എന്താണ് എന്നുള്ളതാണ് സെക്ഷൻ 2 ക്ലോസ് ഡിയിൽ പറയുന്നത്. വെൻ അറ്റ് ദ ഡിസയർ ഓഫ് ദ പ്രോമിസർ, പ്രോമിസറിന്റെ ഡിസയറിൽ ദ പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ ഹാസ് ഡൺ ഓർ അബ്സ്റ്റെയിൻഡ് ഫ്രം ഡൂയിങ് or does or abstains from doing or promises to do or to abstain from doing something. എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്നോ അല്ലെങ്കിൽ ചെയ്യുകയോ അല്ലെങ്കിൽ ചെയ്യാൻ പോവുകയോ ചെയ്യാണ്, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുകയോ ചെയ്യാണ്. ഓക്കെ, അങ്ങനെ ഹീസ് ഡൂയിങ് സംതിങ് ഓർ ഹീ അബ്സ്റ്റെയിൻസ് ഫ്രം ഡൂയിങ്. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും രീതിയിൽ ഐദർ പ്രോമിസി ആവാം അത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേഴ്സൺ ആയിരിക്കും അത് ചെയ്യുന്നത്. പ്രോമിസി തന്നെ ചെയ്യണം എന്നുള്ളത് ദാറ്റ്സ് നോട്ട് എ മാൻഡേറ്ററി തിങ്. പ്രോമിസർ പ്രൊപ്പോസൽ വെച്ചു, പ്രോമിസി അത് അക്സെപ്റ്റ് ചെയ്തു, അതിനുശേഷം പ്രോമിസിയോ അയാളുടെ ഏജന്റോ ആരോ ആയിക്കോട്ടെ, ഹീസ് ഡൂയിങ് സച്ച് ആക്ട്. ഇവർ തമ്മിലുള്ള അഗ്രിമെന്റ് പ്രകാരം എന്ത് ചെയ്യാണ്? സർട്ടേൺ ആക്ട് ചെയ്യാണ്. ആര്? പ്രോമിസി, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോമിസി അസൈൻ ചെയ്യുന്ന പേഴ്സൺ. അവര് ആ സച്ച് ആക്ട് ഇസ് ഡൺ ബൈ ദാറ്റ് പേഴ്സൺ ആൻഡ് ഓർ സച്ച് ആക്ട് ഇസ് അബ്സ്റ്റെയിൻഡ് ഫ്രം ഡൂയിങ്. ഓക്കെ, അത്തരം കണ്ടീഷനിൽ വാട്ട് ഹാപ്പൻസ് ഇസ് such an act or abstinence or promise is called a consideration for the promise. ഓക്കെ, അതായത് ഞാൻ 10 സെന്റ് ഭൂമി വിൽക്കാൻ തീരുമാനിച്ച് എൻ്റെ പ്രൊപ്പോസൽ വന്നിട്ട് ഓപ്പോസിറ്റ് പാർട്ടി പ്രോമിസിയെ അറിയിച്ചു. പ്രോമിസർ പ്രോമിസിയെ അറിയിച്ചു. അപ്പോൾ പ്രോമിസി പറഞ്ഞു ഐ എം റെഡി ടു ബൈ ദാറ്റ് പ്രോപ്പർട്ടി, അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. സോ അതിനുശേഷം എന്താ സംഭവിക്കുക? ഓക്കെ, തയ്യാറാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ 10 സെന്റ് ഭൂമി അങ്ങോട്ട് കൊടുക്കുകയല്ല ചെയ്യാം. വാട്ട് ഹാപ്പൻസ് ഇസ് 10 സെന്റ് ഭൂമി കൊടുക്കും, ഓഫ് കോഴ്സ് കൊടുക്കണം. അതിന്റെ ഒപ്പം തന്നെ ഐ എം ഗെറ്റിംഗ് സംതിങ് ഇൻ റിട്ടേൺ. ഓക്കെ, ആ ഒരു പ്രോമിസിന് വേണ്ടിയിട്ട് ഐ എം ഗെറ്റിംഗ് എ പ്രോമിസ്. അവിടെ ഒരു ആക്ട് നടക്കുന്നുണ്ട്. ഐ എം ട്രാൻസ്ഫറിങ് മൈ പ്രോപ്പർട്ടി ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ കൺസിഡറേഷൻ ടു ദ പ്രോമിസി. ആൻഡ് ആ പ്രോമിസി എനിക്ക്, പ്രോമിസർ ആയിട്ടുള്ള എനിക്ക് കുറച്ച് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യും. ദാറ്റ് ഈസ് ഓൾസോ കൺസിഡറേഷൻ. സോ കൺസിഡറേഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും എന്തായിരിക്കും? സെർട്ടൈൻ ആക്ട് അല്ലെങ്കിൽ അബ്സ്റ്റിനൻസ്, ഇതൊക്കെ കൺസിഡറേഷൻ ആണ്. ഓക്കെ, കൺസിഡറേഷൻ്റെ വേറൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഐ എം നോട്ട് ഗെറ്റിംഗ് ഇറ്റ്, സോ പ്ലീസ് ഡു കമൻറ്റ് ചെയ്യുക. അതും ഒന്ന് കമൻറ്റ് ചെയ്യുക. whoever watching this video, please do comment that in below. Okay, ഇനി നെക്സ്റ്റ് വരുന്നത് അഗ്രിമെന്റ്. സെക്ഷൻ 2 ക്ലോസ് ഇയിലാണ് അഗ്രിമെന്റ് എന്താന്ന് പറയുന്നത്. ഇ ഡബിൾ ഇ കണ്ടോ? അഗ്രിമെന്റിലെ ഡബിൾ ഇ. അത് വെച്ചിട്ട് നമുക്ക് സെക്ഷൻ ഒന്ന് ഓർത്ത് വെക്കാം. ജസ്റ്റ് സിമ്പിൾ ടിപ്പ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ടിപ്പ് തന്നെയായിരിക്കും അത്. സോ അഗ്രിമെന്റ് എന്താണെന്ന് വെച്ചാൽ എവറി പ്രോമിസ് ആൻഡ് എവറി സെറ്റ് ഓഫ് പ്രോമിസസ് ഫോമിംഗ് ദ കൺസിഡറേഷൻ ഫോർ ഈച്ച് അതർ ഈസ് ആൻ അഗ്രിമെന്റ്. എവറി പ്രോമിസ് ആൻഡ് എവറി സെറ്റ് ഓഫ് പ്രോമിസസ്, ഐദർ ഒരു പ്രോമിസ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് പ്രോമിസസ് ആയിരിക്കാം. ഫോമിംഗ് ദ കൺസിഡറേഷൻ ഫോർ ഈച്ച് അതർ, ഞാൻ പറഞ്ഞു ഈച്ച് അതറിന്റെ കൺസിഡറേഷൻ. ഐ എം പ്രോമിസിങ് ടു സെൽ ദ പ്രോപ്പർട്ടി, ദാറ്റ് ഈസ് എ കൺസിഡറേഷൻ. അതായത് ഞാൻ ആ പ്രോപ്പർട്ടി മറ്റൊരാൾക്ക് കൊടുക്കുന്ന സമയത്ത് അത് അയാൾക്ക് കിട്ടുന്ന കൺസിഡറേഷൻ ആണ്. ആൻഡ് വെൻ ഹി ഗിവ് സം എമൗണ്ട് ഇൻ റിട്ടേൺ, ദാറ്റ് ഈസ് എ കൺസിഡറേഷൻ ഓൺ മൈ പാർട്ട്. ഓക്കെ, ഫോർ മൈ എൻ്റെ പാർട്ട് കംപ്ലീറ്റ് ചെയ്തതിന് എനിക്ക് കിട്ടുന്ന കൺസിഡറേഷൻ ആണ് ആ ഒരു എമൗണ്ട്. അതേപോലെ തന്നെ അയാള് ദാറ്റ് ഈസ് പ്രോമിസി അവരുടെ പാർട്ട് എക്സിക്യൂട്ട് ചെയ്തതിന് അവർക്ക് കിട്ടുന്ന കൺസിഡറേഷൻ ആണ് 10 cents ഓഫ് ലാൻഡ്. ഈ ഒരു ട്രാൻസാക്ഷൻ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഹോൾ തിങ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, സോ ദാറ്റ് യു വിൽ ഗെറ്റ് എ കണക്ഷൻ. ഓക്കെ, സോ ഇങ്ങനെ ഒരു കൺസിഡറേഷനും കൂടെ ഫോം ചെയ്യുമ്പോൾ പ്രോമിസ് പ്ലസ് കൺസിഡറേഷൻ, പ്രോമിസും കൺസിഡറേഷനും കൂടെ ചേരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? പ്രോമിസ് പ്ലസ്
എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഈ ലാപ്പിൽ വലിയ വൃത്തിയിൽ വരുന്നില്ല. സോ പ്ലീസ് ഡു forgive my bad handwriting. ഓക്കെ, പ്രോമിസും കൺസിഡറേഷനും. ഓക്കെ, പ്രോമിസ് പ്ലസ് കൺസിഡറേഷൻ വിൽ ഫോം അഗ്രിമെന്റ്. അഗ്രിമെന്റ് ഫോം ചെയ്യുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോമിസും കൺസിഡറേഷനും കൂടെ ചേരുമ്പോഴാണ് അഗ്രിമെന്റ് ഫോം ചെയ്യുന്നത്. ഓക്കെ, നൗ ഇറ്റ്സ് ക്ലിയർ എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിപ്രോക്കൽ പ്രോമിസസ് എന്താണെന്ന്. ദാറ്റ് ഈസ് ഡിസ്കസ്ഡ് ഇൻ സെക്ഷൻ 2 ക്ലോസ് എഫ്. എഫിലാണ് അത് പറയുന്നത്, ഡിഫൈൻ ചെയ്യുന്നത്. പ്രോമിസസ് വിച്ച് ഫോം ദ കൺസിഡറേഷൻ ഓർ പാർട്ട് ഓഫ് ദ കൺസിഡറേഷൻ ഫോർ ഈച്ച് അതർ ആർ കോൾഡ് റെസിപ്രോക്കൽ പ്രോമിസസ്. ഓക്കെ, അതായത് പ്രോമിസസിന്റെ റെസിപ്രോക്കൽ തിങ്, പ്രോമിസസ് വിച്ച് ഫോം ദ കൺസിഡറേഷൻ ഓർ പാർട്ട് ഓഫ് ദ കൺസിഡറേഷൻ ഫോർ ഈച്ച് അതർ. അതായത് ഈ ഒരു കേസിൽ ഞാൻ പ്രോപ്പർട്ടി സെയിൽ ചെയ്യാൻ പോവാണ്. അതിന് പകരമായിട്ട് എനിക്ക് 10 ലക്ഷം രൂപയാണ് XYZ എനിക്ക് ഓഫർ ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ഓൾസോ എ പ്രോമിസ്. ഓക്കെ, അതായത് ഞാൻ 10 സെന്റ് ഭൂമി കൊടുക്കാമെന്ന് പ്രോമിസ് ചെയ്യുമ്പോൾ ഹീ പ്രോമിസസ് ടു മീ ദാറ്റ്, അതായത് പ്രോമിസസ് ടു ദ പ്രോമിസർ. പ്രോമിസറിനോട് പറയാണ് ഐ വിൽ ഗിവ് യു 10 lakh ഫോർ ദിസ് 10 cents ഓഫ് ലാൻഡ്. ഓക്കെ, 10 സെന്റ് ഭൂമിക്ക് 10 ലക്ഷം രൂപ എന്നുള്ള രീതിയിൽ തിരിച്ചൊരു റെസിപ്രോക്കൽ പ്രോമിസ് തരുന്നതിനെയാണ് റെസിപ്രോക്കൽ പ്രോമിസ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് തിങ് ഈസ് അഗ്രിമെന്റ് ദാറ്റ് ഇസ് വോയിഡ് എപ്പോഴാണ് ആവുന്നത്. ഓക്കെ, സംതിങ് an agreement which is not enforceable by law is called void agreement. Okay, ഒരു അഗ്രിമെന്റ് ലീഗലി എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇറ്റ് ഈസ് സെഡ് ടു ബി വോയിഡ്. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് 2 ക്ലോസ് ജിയിലാണ്. നെക്സ്റ്റ് ഈസ് 2 ക്ലോസ് എച്ച്. 2 ക്ലോസ് എച്ചിൽ പറയുന്നത് an agreement enforceable by law is a contract. ഒരു കോൺട്രാക്ട് ആവുന്നത് എപ്പോഴാ? ഒരു അഗ്രിമെന്റ്. ഓക്കെ, അഗ്രിമെന്റ് എന്താണ്? പ്രോമിസും കൺസിഡറേഷനും കൂടെ ചേരുമ്പോഴാണ് അഗ്രിമെന്റ് ഉണ്ടാവുന്നത്. അപ്പോൾ പ്രോമിസും കൺസിഡറേഷനും ചേർന്നു ഒരു അഗ്രിമെന്റ് ആയി. ഇനി അതിന്റെ ഒബ്ജക്റ്റ് ലീഗൽ ആണോ എന്നുള്ളത് കൂടെ നോക്കണം. ലീഗൽ അല്ല എന്നുണ്ടെങ്കിൽ, ദാറ്റ് ഇസ് നോട്ട് എൻഫോഴ്സിബിൾ ബൈ ലോ ആണെങ്കിൽ സച്ച് എൻ അഗ്രിമെന്റ് ഇസ് വോയിഡ്. അത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ദർ ഇസ് നോ ലീഗൽ സ്റ്റാൻഡ്. പക്ഷേ വെൻ ആൻ അഗ്രിമെന്റ് വിച്ച് ഇസ് എൻഫോഴ്സിബിൾ ബൈ ലോ, ലീഗലി അത് വാലിഡ് ആണെങ്കിൽ ഇറ്റ് വിൽ ബിക്കം എ കോൺട്രാക്ട്. അഗ്രിമെന്റ് വിച്ച് ഇസ് എൻഫോഴ്സിബിൾ ബൈ ലോ, ലീഗലി എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു അഗ്രിമെന്റ്, അതിനെ പറയുന്നതാണ് കോൺട്രാക്ട്. ഓക്കെ, ദ നെക്സ്റ്റ് തിങ് ഇസ് സെക്ഷൻ 2 ക്ലോസ് ഐയിൽ എന്താ പറയുന്നത്, വോയിഡബിൾ കോൺട്രാക്ട് എന്താണെന്നാണ്. വാട്ട് ഈസ് എ വോയിഡബിൾ കോൺട്രാക്ട്? വോയിഡബിൾ കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ an agreement which is enforceable by law at the option of one or more of the parties thereto, but not at the option of the other or others. അതായത് പാർട്ടീസ്, ഇവിടെ ഒരു അഗ്രിമെന്റ് ഉണ്ടാവണമെങ്കിൽ അഫ്കോഴ്സ് ഒരു പ്രോമിസറും പ്രോമിസിയും വേണം. അപ്പൊ ഈ പാർട്ടീസിൽ ഏതെങ്കിലും ഒരാളുടെ ഓപ്ഷനിൽ അത് എൻഫോഴ്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ, ലീഗലി എൻഫോഴ്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ സച്ച് എൻ അഗ്രിമെന്റ് ഈസ് കോൾഡ് എ വോയിഡബിൾ കോൺട്രാക്ട്. ഓക്കെ, ഇപ്പോ എന്താ പറയാ, ഞാന് എൻ്റെ 10 സെന്റ് ഭൂമി വിൽക്കാൻ തീരുമാനിച്ചല്ലോ. ആ 10 സെന്റ് ഭൂമിയിൽ ആക്ച്വലി 9 സെന്റേ ഉള്ളൂ, 9 സെന്റേ ഉള്ളൂ, 1 സെന്റ് ഇല്ല. ഓക്കെ, 1 സെന്റ് റോഡിന്റെ രീതിയിൽ പോയി, റോഡ് എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ അതിലേക്ക് പോയി. അങ്ങനെ വരുമ്പോ ഇത് അഗ്രിമെന്റ് ആവുന്നത് വരെ അതർ സൈഡ് XYZ ഈ ഒരു കാര്യം അറിയുന്നില്ല. ബട്ട് ലേറ്റർ ഓൺ ഹി ഫൈൻഡ്സ് ഔട്ട് ദാറ്റ് ഇങ്ങനെ 1 സെന്റിന്റെ കുറവുണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലാവുകയാണ്. സോ ഹി ഹാസ് ഓൾ ദ റൈറ്റ് ടു അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ്.
അബ്സ്റ്റെയിൻ ഫ്രം എക്സിക്യൂട്ടിംഗ് സച്ച് അഗ്രിമെന്റ്. ആ അഗ്രിമെന്റിൽ നിന്നും പിന്മാറാനുള്ള റൈറ്റ് ആർക്കുണ്ട്? XYZ-നുണ്ട്. കാരണം നമ്മൾ കോൺട്രാക്ട് ലൈക്ക് അഗ്രിമെന്റ് പ്രകാരം പറഞ്ഞിട്ടുള്ള 10 സെന്റ് ഭൂമി അതിലില്ല. സോ ഐ വാസ് ഡൂയിങ് സം കൈൻഡ് ഓഫ് ഫ്രോഡ് അല്ലെങ്കിൽ മാൽ പ്രാക്ടീസ് എന്ന് പറയാം. അങ്ങനെ വരുമ്പോൾ വെൻ ദ ഓപ്പോസിറ്റ് സൈഡ് ഫൈൻഡ്സ് ഔട്ട് ദാറ്റ് ദർ ഇസ് സം ഇറഗുലാരിറ്റി ഇൻ ദ അഗ്രിമെന്റ്, അപ്പോ he has all the option to accept or to reject my proposal. ഓക്കെ, സോ അങ്ങനെ ഒരാളുടെ ഓപ്ഷനിൽ അത് വോയിഡ് ആക്കണോ അല്ലെങ്കിൽ വാലിഡ് ആക്കണോ എന്നുള്ള തീരുമാനം എടുക്കുന്ന കണ്ടീഷൻ വരികയാണെങ്കിൽ സച്ച് എ കോൺട്രാക്ട് ഇസ് കോൾഡ് വോയിഡബിൾ കോൺട്രാക്ട്. ഓക്കെ, അറ്റ് ദ ഓപ്ഷൻ ഓഫ് വൺ ഓർ മോർ ഓഫ് ദ പാർട്ടീസ്. അതായത് അവരുടെ ഓപ്ഷൻ, അവരുടെ ചോയ്സ് അനുസരിച്ച് അത് വോയിഡ് ആക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ പറ്റും. സച്ച് എൻ അഗ്രിമെന്റ് ഈസ് കോൾഡ് വോയിഡബിൾ കോൺട്രാക്ട്. ഐ ഹോപ്പ് യു ഓൾ ഗോട്ട് ഇറ്റ്. നെക്സ്റ്റ് ഡെഫിനേഷൻ വന്നിട്ട് ലാസ്റ്റ് ഡെഫിനേഷൻ, ദാറ്റ് ഇസ് സെക്ഷൻ 2 ക്ലോസ് ജെ. 2 ക്ലോസ് ജെയിൽ എന്താണ് ഡിഫൈൻ ചെയ്യുന്നത്? ഓക്കെ, എപ്പോഴാണ് ഒരു കോൺട്രാക്ട് void ആവുന്നത് എന്നുള്ളതാണ്. എ കോൺട്രാക്ട് വിച്ച് ceases to be enforceable by law becomes void when it ceases to be enforceable. അതായത് ഇന്നലെ വരെ അതൊരു വാലിഡ് കോൺട്രാക്ട് ആയിരുന്നു, പക്ഷെ ഇന്ന് അതൊരു വാലിഡ് കോൺട്രാക്ട് അല്ല, ബിക്കോസ് ലോ ഹാസ് ചേഞ്ച്ഡ്. ഓക്കെ, പെട്ടെന്ന് ഒരു ദിവസം, ഇന്നത്തെ ദിവസം പുതിയൊരു നിയമം കൊണ്ടുവരികയാണ്. അതുവഴി സച്ച് ഇന്നലെ വരെ ലീഗൽ ആയിരുന്ന ഒരു അഗ്രിമെന്റ് ഇന്നൊരു സുപ്രഭാതത്തിൽ ആ ഒരു പുതിയ നിയമം എക്സിക്യൂട്ട് ചെയ്തത് കൊണ്ട് വിച്ച് ഇസ് ആ ഒരു പെർട്ടിക്കുലർ അഗ്രിമെന്റ് ഇറ്റ് ടേൺസ് ഔട്ട് ദാറ്റ് നോട്ട് എൻഫോഴ്സിബിൾ ബൈ ലോ. ലീഗലി അത് എൻഫോഴ്സിബിൾ അല്ല എന്നുള്ള രീതിയിലായി മാറി. അതായത് എൻഫോഴ്സിബിൾ ആക്കാൻ പറ്റാത്ത രീതിയിൽ, ലീഗലി എൻഫോഴ്സ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരു കോൺട്രാക്ട് മാറുകയാണെങ്കിൽ ആ ഒരു നിമിഷം തൊട്ട് ഇറ്റ് ബിക്കംസ് വോയിഡ്. ഓക്കെ, വെൻ ഇറ്റ് സീസസ് ടു ബി എൻഫോഴ്സിബിൾ, എപ്പോഴാണോ എൻഫോഴ്സിബിൾ ആവുന്നതിൽ നിന്നും സ്റ്റോപ്പ് ചെയ്യുന്നത്. ഓക്കെ, വെൻ ഇറ്റ് സ്റ്റോപ്സ് ടു ബി എൻഫോഴ്സിബിൾ ബൈ ലോ, ഫ്രം ദാറ്റ് പെർട്ടിക്കുലർ മൊമെന്റ് ദാറ്റ് കോൺട്രാക്ട് ബിക്കംസ് വോയിഡ്. ഓക്കെ, സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഡെഫിനേഷൻസ്, കോൺട്രാക്ട് ആക്ടിലെ ഡെഫിനേഷൻസ് ക്ലിയർ ആയെന്ന്. സോ ഇഫ് യു ലൈക്ക് ദ വീഡിയോ, പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് സ്റ്റേ ട്യൂൺഡ്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എല്ലാ പ്രൊവിഷൻസും ഡിസ്കസ് ചെയ്യുന്ന വീഡിയോസ് ഞാൻ വൈകാതെ ഇടുന്നുണ്ട്. സോ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക, സോ ദാറ്റ് യു വിൽ ഗെറ്റ് നോട്ടിഫിക്കേഷൻ ഓഫ് മൈ ന്യൂ വീഡിയോസ്. Thanks for watching.